ഒന്നര നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അപൂർവ നിമിഷങ്ങൾ. ഇസ്ലാമിക രാഷ്ട്രീയങ്ങളിലും തരംഗം. ലോകം മുഴുവൻ അത്ഭുതത്തോടെ ഉറ്റുനോക്കുന്ന മഹാകുംഭമേള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ തരംഗമായി മാറുന്നു. കുംഭമേള ആരംഭിച്ച ദിവസം മുതൽ സൈബർ ഇടങ്ങളിൽ പ്രയാഗ്രാജിൽ നിന്നുള്ള വാർത്തകളും ചിത്രങ്ങളുമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളായ പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് റിപ്പോർട്ടുകൾ. ഇവിടെയുള്ളവർ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കീവേഡ് മഹാകുംഭമേള എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനാണ് കുംഭമേള സെർച്ച് ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി ഉള്ളത്. തൊട്ടു പിന്നാലെ ഖത്തർ, UAE, ബഹ്റിൻ എന്നീ രാജ്യങ്ങളിലാണ് മഹാകുംഭമേള തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന് പുറമെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കോടിക്കണക്കിന് പേരാണ് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനത്തിനെത്തുന്നത്. ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള. അതേസമയം മഹാകുംഭമേളയിൽ പങ്കെടുത്ത നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടി. ഒന്നര നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയുടെ അപൂർവ നിമിഷത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കോടിക്കണക്കിന് സാധാരണ ജനങ്ങൾ, വിദേശികൾ, VIP-കൾ ഉൾപ്പെടെ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന മേളയിൽ അപകടങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതെ വളരെ ഉയർന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത്രയും ഭംഗിയായി സുരക്ഷാ സംവിധാനങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയ മോദി, യോഗി സർക്കാരുകൾ എന്തുകൊണ്ടോ അഭിനന്ദനം അർഹിക്കുന്നതായും അദ്ദേഹം പറയുന്നു. ജനുവരി 13 പൗർണിമ സ്നാനത്തോടെ മഹാകുംഭമേളയ്ക്ക് തിരിതെളിഞ്ഞു. മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി 26-ന് കുംഭമേള സമാപിക്കും. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ സാംസ്കാരിക ആത്മീയ സംഗമത്തിന് സാക്ഷികളാവാൻ 40 കോടി പേർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭക്തർക്ക് പാപങ്ങളിൽ നിന്ന് മോക്ഷം നേടാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമായാണ് മഹാകുംഭമേളയെ കണക്കാക്കപ്പെടുന്നത്.